ദുൽഹിജ്ജ മാസം ആദ്യത്തെ 10 ദിവസം വളരെയധികം പവിത്രത നിറഞ്ഞ ദിവസമാണ് എന്ന് നമുക്കറിയാം. വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആയത്തുകളുടെ വിശദീകരണത്തിൽ ഈ ദിവസങ്ങളെ കുറിച്ചാണ് അല്ലാഹു തആല പറഞ്ഞത് എന്ന് മുഫസ്സിരീങ്ങളുടെ വിശദീകരണത്തിൽ കാണാനാകും. അല്ലാഹു തആല പകലിനും രാത്രിക്കും ഒരുപോലെ പവിത്രത നൽകിയ ദിവസങ്ങൾ, ദുആ കൊണ്ടും ദിക്ർ കൊണ്ടും ആരാധനകളെ കൊണ്ടും എങ്ങനെയൊക്കെയാണോ നമുക്ക് കഴിയുന്നത് അങ്ങനെയെല്ലാം ധന്യമാക്കേണ്ട ദിനരാത്രങ്ങളാണ് ദുൽഹിജ്ജയുടെ ആദ്യത്തെ ഈ 10 ദിവസങ്ങൾ. പരിശുദ്ധമായ അറഫ ദിവസവും ബലിപെരുന്നാളും എല്ലാം കടന്നു വരുന്ന ദിവസങ്ങളാണ് ഈ 10 ദിവസം. ഈ 10-നകത്താണല്ലോ ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങളെല്ലാം നടക്കുന്നത്. ദുൽഹിജ്ജ 9-ന് പ്രത്യേകമായും നോമ്പനുഷ്ഠിക്കൽ മുഅക്കദായ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ ശക്തിയായ സുന്നത്താണ്. 1 മുതൽ 9 വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും അതുകൊണ്ട് തന്നെ ആ നോമ്പുകൾ സുന്നത്തുള്ളതുമാണ്. അതിനു പുറമെ 9-ാമത്തെ ആ ദിവസത്തിൽ മുഅക്കദായ സുന്നത്താണ്, ശക്തിയായ സുന്നത്താണ് അറഫ ദിനം എന്നും അതിന് പറയാറുണ്ട്. അപ്പൊ ദുൽഹിജ്ജ 9-ന് നോമ്പ് സുന്നത്താണ്. ദുൽഹിജ്ജ 9 എന്നാണോ ഓരോ നാടുകളിലും വരുന്നത് അന്നാണ് അവർക്ക് ആ 9-ന്റെ നോമ്പ് സുന്നത്താവുക. ഹജ്ജിന്റെ കർമ്മങ്ങൾ മക്കയിൽ നടക്കുന്നുണ്ട്. ആ കർമ്മങ്ങളിൽപ്പെട്ട ഒന്നാണ് അൽ ഹജ്ജു അറഫ എന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച അറഫ സംഗമം നടക്കുന്നത് ദുൽഹിജ്ജ 9-നാണ്. മക്കയിൽ അറഫയുള്ളത് നമ്മുടെ നാട്ടിൽ മാസം കണ്ടതനുസരിച്ച് 1 ദിവസത്തെ വ്യത്യാസം ഉണ്ട്. നമ്മുടെ നാട്ടിൽ വ്യാഴാഴ്ചയാണ് ഇൻഷാ അല്ലാഹ് ബലിപെരുന്നാൾ. ബുധനാഴ്ചയാണ് നമുക്ക് ദുൽഹിജ്ജ 9 അറഫ നോമ്പുള്ളത്. മക്കയിൽ ചൊവ്വാഴ്ചയാണ് ദുൽഹിജ്ജ 9, ബുധനാഴ്ചയാണ് പെരുന്നാൾ. മാസം കാണുന്നതിനനുസരിച്ച് ഓരോ നാടുകളിലും അത് ആ മാസം കണ്ടതനുസരിച്ചാണ് അവിടെയെല്ലാം മതാചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടക്കാറുള്ളത്. എന്നതുപോലെ തന്നെ ദുൽഹിജ്ജ 9 നമുക്ക് ഇവിടെ അന്നാണ് നമ്മൾ അറഫ നോമ്പ് അനുഷ്ഠിക്കുന്നത്, ദുൽഹിജ്ജ 9-ന്റെ നോമ്പ് അനുഷ്ഠിക്കുന്നത്. അതനുസരിച്ച് ദുൽഹിജ്ജ 10 വ്യാഴാഴ്ചയാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് വ്യാഴാഴ്ചയാണ് നമുക്ക് ബലിപെരുന്നാൾ ഉള്ളത്. മക്കയിലല്ലേ അറഫ നടക്കുന്നത്, അത് ചൊവ്വാഴ്ചയല്ലേ നടക്കുന്നത്. പിന്നെ നമ്മളിവിടെ ബുധനാഴ്ച നോമ്പ് വെച്ചിട്ട് എന്താ കാര്യം എന്ന് ചില ആളുകൾ ചോദിക്കും. അറഫയുടെ അമല് നടക്കുന്നത് മക്കയിൽ ദുൽഹിജ്ജ 9 ആയപ്പോൾ അവിടെ അമല് നടക്കുന്നുണ്ട്. ഇവിടെ ദുൽഹിജ്ജ 9 ആയിട്ടില്ല. ദുൽഹിജ്ജ 9-നാണ് മുഅക്കദായ സുന്നത്തായ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും അറഫ സംഗമം നടക്കുന്നതും. അങ്ങനെ നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ചതനുസരിച്ച് നമ്മൾ നിസ്കാരത്തിന്റെ സമയങ്ങളെ ക്രമീകരിക്കുന്നുണ്ട്. എല്ലാം മക്കയിലേക്ക് നോക്കി ചെയ്താൽ അവിടെ ഇപ്പൊ ജുമയുടെ സമയമായിട്ടില്ല. നമ്മളിവിടെ മഗ്രിബ് നിസ്കരിക്കുമ്പോൾ അവിടെ അസറിന്റെ സമയമായിട്ടുള്ളൂ. നമ്മളിവിടെ ഇശാ നിസ്കരിക്കുമ്പോൾ അവിടെ മഗ്രിബായിട്ടേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ മക്കയിലെ സമയം നോക്കി ഇവിടെ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതും പ്രയാസമായി തീരും. അതുകൊണ്ടാണ് നേരത്തെ ഇസ്ലാം പറഞ്ഞത്, നിങ്ങൾ അതാത് നാടുകളിൽ
നിങ്ങളുടെ നാടുകളിൽ മാസം കാണുന്നതനുസരിച്ച് ദിവസത്തിന്റെ ആചാരങ്ങളെ കൊണ്ട് നടക്കണം. റമദാൻ 1 മാസം ഇവിടെ കണ്ടാൽ ഇവിടെ റമദാൻ 1 ആകണം. സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ അങ്ങനെ കാണാം, നമുക്ക് ചരിത്രത്തിൽ കാണാം, ഹദീസിൽ കാണാം. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനായ ഖുറൈബ് റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന ഉമ്മൽ ഫളി ബഅസതുഹു ഇലാ മുആവിയത ബിശ്ശാം. ഉമ്മുൽ ഫള് എന്ന് പറയുന്ന മഹാനവറുകളെ ഷാമിലേക്ക് പറഞ്ഞേക്കുകയാണ്. ഷാമിലേക്ക് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഒന്ന് ഷാമിൽ ഭരണം നടത്തുകയാണ്. അന്നത്തെ ഷാം എന്ന് പറയുന്നത് ഇന്നത്തെ സിറിയയിലെ ഡമസ്കസ് ആണ്. അന്ന് ഡമസ്കസിലായിരുന്നു മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയിരുന്നത്. സിറിയയിലെ ഡമസ്കസ് എന്ന് പറയുന്ന സ്ഥലം, അവിടേക്ക് മഹാനായ ഉമ്മുൽ ഫള് റളിയല്ലാഹു അൻഹുവിനെ അയക്കുകയാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്കാണ് അയക്കുന്നത്. ഖാല, മഹാനവറുകൾ പറഞ്ഞു, ഫഖദിംതു ശാമ, ഞാൻ ഷാമിലേക്ക് ചെന്നു, സിറിയയിലേക്ക് ഡമസ്കസിലേക്ക് ഞാൻ ചെന്നു. ഫറഅയ്നൽ ഹിലാല ലൈലത്തൽ ജുമുഅത്തി, ആ ദിവസത്തിൽ ഞാൻ അവിടെ എത്തിയപ്പോൾ വ്യാഴാഴ്ച രാത്രി അഥവാ വെള്ളിയാഴ്ച രാവിലെ അവിടെ റമദാനിന്റെ മാസം കണ്ടു. റമദാൻ 1 തുടങ്ങിയത് അവിടെ വെള്ളിയാഴ്ചയാണ്. ثم قدمت المدينة في آخر الشهر, അങ്ങനെ റമദാനിൽ കുറച്ചൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. എന്നിട്ട് എന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ സിരിയയിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങി വരികയാണ്. സിരിയയിൽ നിന്ന് തിരിച്ചു മദീനയിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോ ഫസഅലനി ഇബ്നു അബ്ബാസ്, മഹാനായ മുഫസ്സിരീങ്ങളുടെ നേതാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന് മദീനയിലുണ്ട്. മഹാനവറുകൾ എന്നോട് ചോദിച്ചു, മോനെ മതാ റഅയ്തും, നിങ്ങൾ എപ്പോഴാണ് അവിടെ മാസം കണ്ടത്, റമദാനിന്റെ മാസം കണ്ടത്? നിങ്ങൾ സിറിയയിൽ ഷാമിൽ എപ്പോഴാണ് മാസം കണ്ടത്? ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, റഅയ്നാഹു ലൈലത്തൽ ജുമുഅത്തി, ഞങ്ങൾക്ക് ഷാമിൽ റമദാൻ തുടങ്ങിയത് ഒരു വെള്ളിയാഴ്ച ദിവസത്തിലാണ്. വ്യാഴാഴ്ച അസ്തമിച്ച് ഞങ്ങൾ മാസം കണ്ടു, വെള്ളിയാഴ്ച പകലിൽ ഞങ്ങൾ നോമ്പ് തുടങ്ങി. ഖാലപ്പ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ലാകിൻ റഅയ്നാഹു ലൈലത്തസ് സബ്തി, എന്നാൽ ഞങ്ങൾ മദീനയിൽ മാസം കണ്ടത് എപ്പോഴാണ്? ഞങ്ങൾ മദീനയിൽ മാസം കണ്ടത് വെള്ളിയാഴ്ച അസ്തമിച്ചിട്ടാണ്. ശനിയാഴ്ചയാണ് ഇവിടെ നോമ്പ് തുടങ്ങിയത്. ഷാമിൽ നോമ്പ് തുടങ്ങിയത് വെള്ളിയാഴ്ച, മദീനത്ത് നോമ്പ് തുടങ്ങിയതോ ശനിയാഴ്ച. അപ്പൊ ഷാമിൽ നിന്ന് വന്ന സ്വഹാബി മഹാനവറുകളോട് ചോദിക്കാണ്, സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ എന്നാ നോമ്പ് തുടങ്ങിയത്? അപ്പൊ പറഞ്ഞു, അവിടെ വെള്ളിയാഴ്ചയാണ് തുടങ്ങിയത്, അവിടെ അന്ന് മാസം കണ്ടിരുന്നു. ഇവിടെ എന്നാ തുടങ്ങിയത്? ഇവിടെ ശനിയാഴ്ചയാണ്, മദീനത്ത് ശനിയാഴ്ചയാണ് നോമ്പ് തുടങ്ങിയത്. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, അലാ തക്തഫി ബിറുയതി മുആവിയത വസിയാമിഹി, മുആവിയ റളിയല്ലാഹു അൻഹു മാസം കണ്ടതനുസരിച്ച് നേരത്തെ ഒരു ദിവസം മുമ്പാണല്ലോ അവിടെ റമദാൻ ഒന്നായത്, അതനുസരിച്ച് നമുക്കും ഇവിടെ നോമ്പ് തുടങ്ങിക്കൂടെ? അപ്പ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ലാ, ഇല്ല ഇല്ല, അങ്ങനെ പറ്റില്ല. ഹകദാ അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠത്തിൽ അങ്ങനെയില്ല. തങ്ങൾ പറഞ്ഞതെന്താണ്? നിങ്ങൾ ഓരോ നാടുകളിലും മാസം കണ്ടതനുസരിച്ചാണ് അമൽ ചെയ്യേണ്ടത്. നിങ്ങളുടെ നാട്ടിൽ സമയമാകുന്നതനുസരിച്ചാണ് നിസ്കരിക്കേണ്ടത്. അതനുസരിച്ച് അവിടെ മാസം കണ്ട അന്ന് അവിടെ റമദാൻ തുടങ്ങട്ടെ, മദീനയിൽ മാസം കണ്ടതനുസരിച്ച് മദീനയിലും റമദാൻ ഒന്ന് ആരംഭിക്കട്ടെ. അങ്ങനെയാണ് വേണ്ടത് എന്ന് മഹാനരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഞാൻ ഈ ഹദീസ് വായിക്കാനുള്ള കാരണം, നീ കുറെ ആളുകൾ ഇഷ്കാലാക്കാൻ തുടങ്ങും അല്ലേ? അവിടെയുള്ള അറഫ നടക്കുന്നത്, പിന്നെ ഇവിടെ കടുപ്പാടത്ത് തൊട്ട് അറഫ എന്ന് വെച്ചിട്ട് ഇനി കുറെ ആളുകൾ തുടങ്ങും. അപ്പൊ അതിനെ അതങ്ങ് പറഞ്ഞത്, ഈ ഹദീസ് അങ്ങ് വായിച്ചത് അതുകൊണ്ടാണ്. അപ്പൊ അതിൽ ഇനി ആരും കെട്ടിച്ചിട്ട് സമയം കളയണ്ട എന്ന് മാത്രം. അടുത്തത് വായിക്കാം. അപ്പോ അതുകൊണ്ട് അറഫ ദിവസം വളരെ പവിത്രതയുള്ള ദിവസമാണല്ലോ. വിശുദ്ധമായ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന്റെ പ്രഖ്യാപനം
റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആധികാരികമായ പ്രഖ്യാപനം നടത്തിയ ദിവസമാണ് അറഫ ദിവസം. ആ പ്രഭാഷണത്തിന്റെ വരികൾ ഇന്നും എഴുതിയിട്ടുണ്ട്, ഗ്രന്ഥങ്ങളിൽ ഇന്നും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ച് ജനങ്ങളെ വിളിച്ച് പറയുന്ന ചില ഉപദേശങ്ങളുണ്ട്. നമ്മളെ ജീവിതത്തിൽ ഇന്നും പകർത്തിയെടുക്കേണ്ട ചില ഉപദേശങ്ങൾ. ഇന്ന ദിമാകും വഅംവാലകും വഅറാദകും അലൈക്കും ഹറാമുൻ. ഓരോ ഉപദേശങ്ങളും നമ്മുടെ നെഞ്ചിൽ തറക്കേണ്ട ഉപദേശങ്ങളാണ്. നെഞ്ചിൽ തറക്കേണ്ടത് എന്ന് ഞാൻ മനഃപൂർവ്വം തന്നെ പറഞ്ഞതാണ്. ഇന്ന ദിമാഅക്കും വഅംവാലകും വഅറാദകും. തങ്ങളുടെ പ്രഭാഷണത്തിന്റെ ഒറ്റ ശ്വാസത്തിൽ പറയാൻ പറ്റിയ 3 വാക്കുകളാണിത്. ഈ 3 തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ഇന്ന ദിമാഅക്കും, ജനങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ള അല്ല തങ്ങൾ വിളിച്ചത്. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും അടക്കി വിളിക്കുകയാണ്. വിശ്വാസിയെയും അല്ലാത്തവനെയും തങ്ങൾ അടക്കി വിളിക്കുന്നു. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ജനങ്ങളെ എന്ന് എല്ലാവരെയും അടക്കി വിളിച്ചിട്ട് തങ്ങൾ പറയാണ്, മതമുള്ളവനെ, മതമില്ലാത്തവനെ, വിശ്വാസമുള്ളവനെ, ഇല്ലാത്തവനെ, ഈ ഉപദേശമൊന്ന് ഉൾക്കൊള്ളണേ. ഇന്ന ദിമാഅക്കും, നിങ്ങളുടെ രക്തത്തിന് മൂല്യമുണ്ട് മോനെ. നിങ്ങളുടെ രക്തത്തിന് മൂല്യമുണ്ട്, വാല്യൂ ഉണ്ട്. നിന്റെ കയ്യിലുള്ള കടാര കൊണ്ട് തന്റെ സുഹൃത്തിന്റെ നെഞ്ചത്തേക്ക് നിന്റെ കടാര കൊണ്ട് കുത്താൻ പാടില്ല. നിന്റെ ഉമ്മയുടെ, ബാപ്പയുടെ, സുഹൃത്തിന്റെ, ശത്രുവിന്റെ, ആരെയും ഒരാളുടെയും ഓരോരുത്തന്റെ രക്തത്തിനും വിലയുണ്ട്. ആ രക്തം നിങ്ങൾ ഈ ഭൂമിയിൽ ചിന്താൻ പാടില്ല. അതുകൊണ്ട് ഇന്ന ദിമാഅക്കും, നിങ്ങളുടെ രക്തത്തിന് വിലയുണ്ട്. കൊലപാതകത്തിന് ഗൗരവമില്ലാതെയായി പോയി, മറ്റൊരു മനുഷ്യന്റെ ജീവന് വിലയില്ലാതെയായി പോയ കാലഘട്ടത്തിലാണ് നമ്മൾ ഇത് പറയുന്നത്. രണ്ടാമത് നോക്കൂ, നിങ്ങൾ തങ്ങൾ പറയാണ് വഅംവാലകും, നിങ്ങളുടെ സമ്പത്തിന്, അതേ മറ്റൊരുത്തന്റെ സമ്പത്ത് അപഹരിച്ചെടുക്കുന്ന സ്വഭാവം നിങ്ങളിൽ ഒരിക്കലും ഉണ്ടാകരുതേ. അതിന് മൂല്യമുണ്ട് മോനെ, വാല്യൂ ഉണ്ട് മോനെ. ട്രെയിനിൽ കയറാണ്, ഓടി വരികയാണ്, ട്രെയിന് നീങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്, ടിക്കറ്റ് എടുത്തിട്ടില്ല. അല്ലെങ്കിലോ നല്ല തിരക്കുണ്ട്, ടിക്കറ്റ് എടുക്കാൻ ക്യൂ നല്ല പോലെയുണ്ട്. ടിക്കറ്റ് എടുക്കാതെ കയറാൻ പാടില്ല, അത് ഹറാമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ആരോടാ ചോദിക്കുന്നത്? നമ്മുടെ ഗവൺമെന്റിന്റെ ട്രെയിനല്ലേ, നമ്മുടെ സർക്കാരിന്റെ ട്രെയിനല്ലേ? ചില വാദങ്ങളുണ്ട്. പാടില്ല, പാടില്ല. നമ്മൾക്ക് അതേ ടിക്കറ്റ് ഈടാക്കിയിട്ട് കടന്നു ചെല്ലേണ്ട ചിലയിടങ്ങളിൽ അതിലൂടെ തന്നെ മാത്രമേ കടന്നു ചെല്ലാൻ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. ആര് കാണാനാണ്, ആര് പറയാനാണ്, ആര് ചോദിക്കാനാണ്? അവിടെ നോട്ടമില്ല. മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹലാലാണോ ഹറാമാണോ എന്നേ ചിന്തയുള്ളൂ. അതുകൊണ്ടൊരു ട്രെയിനിലാണെങ്കിൽ പോലും ടിക്കറ്റ് എടുക്കാത്ത യാത്ര അരുത് എന്നാണ് ഇസ്ലാം പറയുന്നത്. അതില്ലതെ നമ്മുടെ ആ പണം കൊണ്ട് പലതും ഇവിടെ നടത്താനുണ്ട്. പലരുടെയും അവകാശങ്ങളിലേക്ക് അത് എത്തിച്ചേരാനുണ്ട്. ആ അവകാശങ്ങളെയും അതുപോലെ തന്നെ ചില പ്രവർത്തനങ്ങളെയും മുടക്കാൻ നമ്മുടെ പ്രവർത്തനം കാരണമായി പോകരുത്. അതുകൊണ്ട് ട്രെയിനിൽ തിരക്കുള്ള സമയമാണെങ്കിൽ പോലും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന സ്വഭാവമരുത്. യാത്രക്കിടയിൽ ഒരു ചായക്കടയിൽ കയറിയപ്പോ നല്ല തിരക്കുണ്ട്, അതല്ലെങ്കിൽ എന്തോ വലിയ സമ്മേളനം നടക്കുന്ന ഇടത്താണ്, നല്ല കച്ചവടം നടക്കുന്ന സ്ഥലം, അവിടെ നിന്ന് ചായ കുടിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ മേടിച്ചു.
ക്യാഷ് കൊടുക്കാതെ പോന്നാൽ ആരും അറിയുന്നില്ല. അവിടെ ഇടയിൽ നിന്ന് മെല്ലെ പണം കൊടുക്കാതെ ഊരിപ്പോകുന്ന ആളുകളില്ലേ? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ അറഫാ ദിവസത്തിൽ വിളിച്ചു പറയുകയാണ്, ഇന്ന ദിമാക്കും അംവാലക്കും, മോനെ മറ്റൊരുത്തന്റെ സമ്പത്ത് ഏതൊരു രീതിയിലും നീ അപഹരിച്ചെടുക്കരുത് മോനെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. എത്രയോ പാവപ്പെട്ട മനുഷ്യരെ വഞ്ചിക്കുന്നവരില്ലേ? പൊതുയിടങ്ങളിലാണെന്ന് പറഞ്ഞ് രാജ്യത്തിന്റെ നിയമങ്ങളെ തെറ്റിച്ചു കളയുന്നവരില്ലേ? ഫിഖിന്റെ കിതാബുകൾ അടിയൊഴുക്കിലൂടെ നമ്മൾ വായിച്ചാൽ നമുക്കറിയാനാകും. ടോൾ പിരിവുകളിൽ വരെ ടോള് കൊടുക്കാതെ ചാടിക്കടന്നു പോകുന്നവരുണ്ട്. രാജ്യം നിയമമാക്കിയ ചില നിയമങ്ങളെ അത് അംഗീകരിക്കാതെ ചാടിക്കടക്കൽ ഇസ്ലാമിക രാജ്യമാകട്ടെ അല്ലാത്ത രാജ്യമാകട്ടെ തെറ്റാണെന്നല്ലേ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. ഇത്ര ക്ലിയറാണ് നമ്മൾ നോക്കിയത്. നിങ്ങൾ ഇന്ന ദിമാഅക്കും അംവാലക്കും അല്ലേ? ടോളിന്റെ നിയമം ഉണ്ടാകും, ഗവൺമെന്റ് നിയമിച്ച നിയമങ്ങൾ ഉണ്ടാകും. ആ നിയമങ്ങളെ നമ്മുടെ അഹങ്കാരത്തിനപ്പുറത്തേക്ക് ചാടിക്കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. ഡ്രൈവർമാർ ശ്രദ്ധിക്കണം. നിങ്ങളെ ഗവൺമെന്റ് നിയമമാക്കിയ ടോളാണെങ്കിൽ അത് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ സമരം ചെയ്യണം, അല്ലെങ്കിൽ നീതിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ശബ്ദിക്കണം. അതിന്റെ അധികാരികളോട് നിങ്ങൾ പറയണം. ആ അധികാരികൾ അതിന്റെ നിയമങ്ങൾ നിങ്ങൾക്ക് പാസാക്കിയാലല്ലാതെ ഇസ്ലാമിക രാജ്യമാകട്ടെ അല്ലാത്ത രാജ്യമാകട്ടെ ടോള് ചാടിക്കടന്ന് കട്ടുപോകാൻ ഒരു അധികാരവും ഒരു മുസ്ലിമിനുമില്ല. എത്ര പേരുണ്ട് അല്ലെ? ഡ്രൈവർമാർ ഇരുന്ന് ചിരിക്കാണ് അല്ലെ? എത്ര പേരുണ്ട്? ടോളിലൂടെ കടന്നു പോകുമ്പോ പിന്നെ ടോള് കൊടുത്തിട്ടേ, അല്ലെ പിന്നെ ടോള് ഇല്ലാത്ത റോഡ് ഉണ്ടാവും, അതുവഴിയൊക്കെ അങ്ങനെ പോകണം. ടോള് ഉള്ള സ്ഥലത്ത് അടുത്ത വാഹനത്തിനോട് അടുപ്പിച്ച് പിടിച്ചിട്ട് പോകുക, എന്നിട്ട് അതിന്റെ പിന്നാലെ കയറ്റി വിടുക. അതെല്ലാവർക്കും അറിയണ പണിയാണ്, ആർക്കതറിയാത്തത്. പക്ഷെ അവിടെ ഹറാമോ ഹലാലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്. യാത്രയിൽ ബറക്കത്ത് വേണോ മോനെ? നീ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം നിങ്ങൾ നോക്കൂ. ഇങ്ങോട്ടേക്കൊരു ലോഡ്, നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊരു ലോഡ്, ഒരു ലോറി ഇങ്ങോട്ട് എത്തിച്ചേരണമെങ്കിൽ എത്ര ടോള് കൊടുക്കുന്നുണ്ട്? 2000-3000 രൂപ ടോള് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മുമ്പിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തുന്നത് അറിയാം. നമ്മൾ മാത്രം ടോള് കൊടുക്കുന്ന ചില ആളുകൾ. നിങ്ങൾ അന്യ സംസ്ഥാനങ്ങളിലൂടെ ഒക്കെ ഒന്ന് വാഹനം കൊണ്ട് സഞ്ചരിക്കണം. തമിഴ്നാട്ടിൽ മാത്രം മതി എത്ര ടോള്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ എത്ര ടോള് കിടക്കണം എന്നറിയോ? ഇതൊന്നും വെട്ടിച്ചു പോകാനല്ല, ഇത് വെട്ടിച്ചു പോകാനല്ല. അതിന് നിയമങ്ങളും നിയമവശങ്ങളും ഉണ്ട്. രാജ്യത്ത് അങ്ങനെ ഉണ്ട്. കോടതിയുണ്ട്, പോലീസുണ്ട്, നിയമപാലകരുണ്ട്. അവരുമായിട്ട് ഒരിക്കലും നിയമം കയ്യിലെടുക്കാൻ നമ്മൾക്ക് ഓരോ വ്യക്തികൾക്കും ഒരിക്കലും അധികാരമല്ല. രാജ്യത്ത് അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ മുഖേനയാണ് നമ്മൾ നിയമങ്ങളെ മാറ്റിമറിക്കാനും അതല്ലെങ്കിൽ പ്രയാസമുള്ള നിയമങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനും നമ്മൾ ശ്രമിക്കേണ്ടതല്ലാതെ നമ്മൾ ഒറ്റ കൈ കൊണ്ടൊരിക്കലും പോരാടാൻ ഈ രാജ്യത്ത് എന്നല്ല ഒരു ഇടത്തും ഇസ്ലാം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നബി തങ്ങൾ പറയാൻ, അറഫാ ദിവസത്തിൽ ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരോട് പറയാൻ, ഇത് ഞാൻ ചില ഉദാഹരണങ്ങൾ നമ്മളിൽ സാധാരണ കണ്ടുവരുന്ന ചില ഉദാഹരണങ്ങൾ എടുത്തുള്ളൂ. ട്രെയിനിലെ ടിക്കറ്റും ചായക്കടയിലെ കാശ് കൊടുക്കാതെ പോക്കും ടോള് ചാടി കടന്നു പോക്കും സാധാരണ നമ്മളെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു നീളൂ, ശ്രദ്ധയിൽ വരാൻ വേണ്ടി. പാടില്ല എന്നാണ് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസിന്റെ ഉൾപ്പൊരുൾ. തീർന്നില്ല, 2 വാക്കേ ഞാൻ പറഞ്ഞുള്ളൂ. 2 വാക്കേ ഇന്ന ദിമാഅക്കും വഅംവാലക്കും. മറ്റൊരുത്തന്റെ രക്തത്തിന് മൂല്യമുണ്ട്, മറ്റൊരുത്തന്റെ സമ്പത്തിന്, നമ്മുടേതല്ലാത്ത സമ്പത്തിനും വാല്യൂ ഉണ്ട്. മൂന്നാമത് നോക്കൂ നിങ്ങൾ, തങ്ങൾ പറയാണ് വഅറാദക്കും അലൈക്കും ഹറാം. തങ്ങൾ തന്നെ ഹദീസിന്റെ അവസാനത്തിൽ അലൈക്കും ഹറാമുൻ എന്ന് എടുത്തു പറയുന്നുണ്ട്. മോനെ, നമ്മുടേതല്ലാത്ത സമ്പത്ത് അപഹരിച്ചെടുക്കുന്നത് ഹറാമാണ്. വഅറാദക്കും അലൈക്കും ഹറാമുൻ, മറ്റൊരുത്തന്റെ അഭിമാനത്തെ പിച്ച് ചീന്തുന്നതും ഹറാമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരട്ട പേര് വിളിക്കുന്നതും അതുപോലെ തന്നെ പരിഹസിക്കുന്നതും ഒരുത്തന്റെ അഭിമാനം പിച്ചു ചീന്തുന്നതും ജനമധ്യേ ഇട്ടവനെ പരിഹസിക്കുന്നതും എല്ലാം
വഅറാലത്തും അലൈക്കും ഹറാം, അത് ഹറാമാണെന്ന് അറഫയുടെ സന്ദേശമായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ എത്രയോ ആശയങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ ആയത്തെടുത്ത് പറയുന്നുണ്ട്. സൂറത്തുൽ ഹുജറാത്തിന്റെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉൻ മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന വലാ തൽമിസൂ അൻഫുസകും വലാ തനാബസൂ ബിൽ അൽഖാബ്. നിങ്ങൾ ഒരിക്കലും പരസ്പരം പരിഹസിക്കുന്നവരാകരുത്, ഒരിക്കലും നിങ്ങൾ ഇരട്ടപ്പേര് വിളിക്കുന്നവരാകരുത്. ആ വിളിക്കുന്ന വ്യക്തിക്ക് ഇഷ്ടമില്ലാത്തൊരു പേര് അവന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും പറയരുത്. ജനമധ്യയിട്ടവനെ ജനങ്ങളുടെ ഇടയിൽ അഭിമാനത്തിന് ക്ഷതം വരുന്ന രീതിയിൽ ഒരിക്കലും പരിഹസിക്കരുത്. ഇങ്ങനെ പറഞ്ഞൊരു മതമേതാണ്? വിശുദ്ധ ഇസ്ലാം. ഇങ്ങനെ എല്ലാ നിലക്കും നമ്മോട് വിളിച്ചു പറഞ്ഞ ഹബീബ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയുടെ ദിവസത്തിലാണ് ലോകത്ത് മാന്യതയുടെ പാഠത്തെ ജനങ്ങളോട് വിളിച്ചോതുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, ആ അറഫ ദിവസം വളരെയധികം ജനങ്ങൾക്ക് വേണ്ടി, കാലത്തിന് വേണ്ടി സമ്മാനിച്ച ആശയങ്ങളെ തങ്ങൾ പറഞ്ഞ ദിവസമാണ് അറഫ ദിവസം. ആ ദിവസത്തിൽ ജനങ്ങൾക്കെല്ലാവർക്കും അല്ലാഹു വലിയ മഗ്ഫിറത്ത് നൽകുന്നുണ്ടല്ലോ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് കണ്ടില്ലേ, അല്ലാഹു തആല ഇത്രമേൽ മഗ്ഫിറത്ത് നൽകുന്നവര് തന്റെ അടിമക്ക് നരകമോചനം നൽകുന്ന, ഇത്രമേൽ നരകമോചനം നൽകുന്ന വേറെ ദിവസം കാണാനില്ല. ആയിഷ ബീവി പറയാണ്, നിങ്ങൾ അറഫ ദിവസത്തിൽ അല്ലാഹു തആല മാ മിൻ യൗമിൻ അക്തറ മിൻ അൻ യുഅതിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിൻ നാരിൻ മിൻ യൗമി അറഫ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അറഫ ദിവസത്തിൽ ഇബ്ലീസ് തലയിൽ കൈവച്ച് തലയിൽ മണ്ണ് വാരിയിട്ട് പൊട്ടിക്കരയുന്ന ദിവസമാണത്രേ. കാരണം എന്താണ്? അല്ലാഹു തആല ഒരു ഹാജി അറഫയുടെ മണ്ണിൽ ചെന്ന് അവിടെ സംഗമിക്കുന്ന സമയത്ത് അവന് മുഴുവൻ പാപങ്ങളെയും, ഇത്രകാലം ഇബ്ലീസ് അധ്വാനിച്ച് അവന്റെ മനസ്സിനെ പിഴപ്പിച്ചുണ്ടാക്കിയ ഇബ്ലീസിന്റെ ഒരു സമ്പത്തുണ്ട്, കുറെ ദോഷങ്ങൾ. ആ ദോഷങ്ങളെ ഒരു മണ്ണിൽ വെച്ചൊരു സംഗമത്തിന്റെ പേരിൽ അല്ലാഹു മുഴുവൻ അങ്ങ് പുറത്തു കൊടുക്കുകയാണ്. അപ്പോൾ ഇബ്ലീസ് പൊട്ടിക്കരയുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുള്ള മഹത്തമായ ദിവസമാണ് അറഫയുടെ സംഗമം എന്ന് പറയുന്നത്. അറഫ ദിവസത്തിൽ അറഫയിൽ സംഗമിക്കുന്ന എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുന്നുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ ഹാജ് വലിമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജ്. ഹാജിമാർക്ക് പുറത്തു കൊടുക്കണം. ഹാജിമാർ ആർക്കൊക്കെ വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട് അവർക്കും പുറത്തു കൊടുക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഹാജിമാര് നമുക്കൊക്കെ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങളും അന്നേ ദിവസങ്ങളിൽ പൊറുക്കപ്പെടുമെന്നാണ്. തീർന്നിട്ടില്ല. പിന്നെ അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ഭൂമിയിലേക്ക് വരുന്നു, നമ്മളെല്ലാവരും വസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വരുന്നു. നമ്മൾ ഓരോരുത്തരും ആരൊക്കെയാണ് അല്ലാഹുവിനോട് ഇത്തരം ദിവസങ്ങളിൽ തൗബ ചെയ്ത് മടങ്ങുന്നത്, അവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കുമെന്ന് ഹബീബ് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഇത്ര വലിയ പവിത്രതയുള്ള ദിവസം. ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണെന്ന് നേരത്തെ പറഞ്ഞു. നോമ്പ് നോറ്റാൽ ആ ദിവസത്തിൽ നമുക്ക് അറഫയുടെ ദുൽഹിജ്ജ 9 സുന്നത്തായ നോമ്പ് വരുന്നത് വരുന്ന ബുധനാഴ്ചയാണ്. ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പ്രതിഫലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു. സുഇല അൻ സൗമി യൗമി അറഫ. അറഫ ദിവസത്തിലെ ദുൽഹിജ്ജ 9 നോമ്പിനെ കുറിച്ച് തങ്ങളോട് ചോദിക്കപ്പെട്ടു. ഫഖാല, തങ്ങൾ പറഞ്ഞു യുകഫിറു സനതൽ മാദിയ കഴിഞ്ഞുപോയ വൽ ബാഖിയ കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങളെ
അല്ലാഹു തആല നമുക്ക് പുറത്തു തരാൻ കാരണമാകുന്ന ഒരു ദിവസത്തെ നോമ്പാണ് അറഫാ ദിനത്തിന്റെ നോമ്പ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നോൽക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ.